നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആദ്യകാലങ്ങൾ മുതൽ തന്നെ കോൺഗ്രസിലുള്ളവർക്ക് സ്വന്തം പാർട്ടിക്കുള്ളിലുള്ളവരെ തന്നെ കണ്ടുകൂടാത്ത ഒരു രീതിയുണ്ട്. വളർന്നു വരുന്നു എന്ന് കണ്ടാൽ അപ്പോൾ തന്നെ അവരങ്ങ് വെട്ടിമാറ്റും. അവരെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നതിനെ കുറിച്ചാകും പിന്നീട് അവർ ആലോചിക്കുന്നതും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കെ സുധാകരൻ എംപിയുടെ വീട്ടിൽ നിന്നും കൂടുപാത്രം കണ്ടെത്തിയിരുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. പിന്നീട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും നടന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ബിപിൻ മോഹൻ എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കെ സുധാകരന്റെ വീട്ടിലും ഓഫീസിലും കൂടുപാത്രം ചെയ്തത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ളവരാണ് എന്നാണ്. ആരാണ് കൂടുപാത്രം ചെയ്തതെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല എന്നും പൂർണ്ണമായും തെളിവുകൾ ലഭിച്ച ശേഷം മാത്രം വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. കെ സുധാകരൻ KPCC അധ്യക്ഷനായ ശേഷം നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബിപിൻ പറയുന്നു. ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ കൃത്യമായ വിശദീകരണം ലഭിച്ചിട്ടില്ല. തുടർന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ നിർദ്ദേശപ്രകാരം ആചാര്യനെ വിളിച്ചു വരുത്തിയത്. അങ്ങനെയാണ് കൂടുപാത്രം കണ്ടെത്തിയത്. വീടിന്റെ കന്നിമൂലയിൽ 3 അടി താഴ്ചയിൽ പ്രത്യേക യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി കൂടുപാത്രം കണ്ടെത്തുകയായിരുന്നു. ആചാര്യൻ എന്താണ് കെ സുധാകരനോടും ഉണ്ണിത്താനോടും സംസാരിച്ചതെന്നറിയില്ല. പക്ഷെ അവരോട് സ്വകാര്യമായാണ് സംസാരിച്ചത്. മികച്ച ആളായതിനാലാണ് കൂടുപാത്രം കണ്ടെത്താൻ സാധിച്ചതും. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, നേരത്തെയും ഇത്തരം സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. കെ സുധാകരനെ ഒതുക്കാൻ ഒരു കൊട്ടേഷൻ കൂടുപാത്രമാണ് നടത്തിയതെന്നാണ് വിലയിരുത്തുന്നതും. സുരക്ഷാ സംവിധാനങ്ങളുള്ള സുധാകരന്റെ വീട്ടിലും KPCC ആസ്ഥാനത്തും പുറത്തുനിന്നൊരാൾക്ക് വന്ന് കൂടുപാത്രം ചെയ്യാൻ എന്തായാലും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിനകത്തു നിന്ന് തന്നെയാണ് കൊട്ടേഷൻ കൂടുപാത്രം ഉണ്ടായതെന്ന് പറയുന്നത്. സുധാകരന്റെ വീട്ടിൽ അർദ്ധരാത്രിയും KPCC ആസ്ഥാനത്ത് അതിരാവിലെയുമാണ് കൂടുപാത്രം കണ്ടെത്തിയത്. ഈ സമയത്ത് ഉണ്ണിത്താനും സുധാകരനും ആചാര്യനും ഉണ്ടായിരുന്നു. സുധാകരനും ഉണ്ണിത്താനും പ്രതികരിക്കാത്തത് എന്താണെന്ന് അറിയില്ല എന്നും വിപിൻ പറയുന്നു. ഈ കൂടുപാത്ര വിഷയം വലിയ ചർച്ചയായതോടെ ഇപ്പോൾ നാണം കെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. അന്ധവിശ്വാസത്തിൽ കോൺഗ്രസ് മുങ്ങിപ്പോയി എന്നാണ് വിമർശനം ഉയരുന്നത്. 1.5 വർഷം മുൻപാണ് സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും മന്ത്രവാദിയും ചേർന്ന് തകിടും ചില രൂപങ്ങളും കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഏതാനും ദിവസം മുൻപ് പുറത്തു വന്നത്. KPCC അധ്യക്ഷന്റെ വീട്ടിൽ നിന്ന് ആദ്യമായി ഒന്നുമല്ല ഈ കൂടുപാത്രം ലഭിക്കുന്നത്. VM സുധീരൻ അധ്യക്ഷനായിരിക്കുമ്പോൾ തന്നെ 9 തവണ വീട്ടിൽ നിന്ന് കൂടുപാത്രം ലഭിച്ചിട്ടുണ്ട്. മൺകലം മുതൽ ബോൺവിറ്റ കുപ്പിയിൽ വരെയാണ് ശത്രുക്കൾ മുൻ KPCC അധ്യക്ഷനായിരുന്ന സുധീരന്റെ വീട്ടിൽ കൂടുപാത്രം ഒളിപ്പിച്ചിരുന്നത്. ചെമ്പ് തകിടുകൾ, ചെറുശൂലങ്ങൾ, വെള്ളാരം കല്ലുകൾ എന്നിങ്ങനെ ദോഷപ്പണിക്കായി അടക്കം ചെയ്ത നിരവധി സാധനങ്ങൾ കിട്ടി. സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടുപാത്രം കിട്ടുന്ന വീഡിയോ 1.5 വർഷം മുൻപുള്ളതാണ്. ജീവൻ പോകാത്തത് ഭാഗ്യമെന്ന് കെ സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നതും കേൾക്കാം. KPCC അധ്യക്ഷ സ്ഥാനത്തുള്ളവരുടെ വീട്ടിൽ നിന്ന് മാത്രം കൂടുപാത്രം ലഭിക്കുന്നതിനാൽ അധ്യക്ഷ സ്ഥാനം മോഹിക്കുന്ന ആരെങ്കിലും ആകാം പിന്നിലെന്ന് സംശയം ഉയർന്നിട്ടുണ്ട്. ഇതോടെ KPCC നേതാക്കൾ പരസ്പരം സംശയിക്കുന്ന സ്ഥിതി വരെ എത്തി. കടുത്ത പരിഹാസമാണ് കോൺഗ്രസിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അന്ധവിശ്വാസം അവസാനിപ്പിക്കാൻ ശാസ്ത്രം പഠിക്കണമെന്ന് ആഹ്വാനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉപയോഗിച്ചതുവരെ പരിഹാസമായി ഉയർന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനവും പരിഹാസവും ട്രോൾ രൂപത്തിലും നിറയുകയാണ്.